നമസ്കാരം. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം തകർക്കാൻ ഇനി ആരൊക്കെ വിചാരിച്ചാലും നടക്കില്ല. കാരണം ഇരു രാജ്യങ്ങളും കാത്തുസൂക്ഷിക്കുന്നത് അത്രയ്ക്ക് ആഴത്തിലുള്ള ബന്ധമാണ്. എന്നാൽ ഈ ബന്ധം കണ്ട് ഒട്ടും സഹിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നിൽക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. ട്രംപിന് കൂനിന്മേൽ കുരു എന്നതുപോലെയാണ് അടുത്ത അടിയത ഇന്ത്യ കൊടുത്തിരിക്കുന്നത്. എന്താണ് ആ അടിയെന്ന് സംശയിക്കുന്നവർക്കായി പറയാം. ഈ വർഷം അവസാനത്തോടെ റഷ്യ ഇന്ത്യ ഉച്ചകോടി എന്ന ആശയമാണ് മുന്നോട്ട് വരുന്നത്. അതായത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം കാലം തെളിയിച്ചത് പ്രത്യേക പദവിയിലുള്ള തന്ത്രപരമായ പങ്കാളിത്തവുമാണ്. സോവിയറ്റ് യൂണിയന്റെ കാലം മുതൽക്കേ ഈ സൗഹൃദം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴതാ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള സഹകരണവും പങ്കാളിത്തവും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിലും നിലവിലെ സങ്കീർണമായ ആഗോള സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായി റഷ്യ ഇന്ത്യ ഉച്ചകോടി എന്ന ആശയമാണ് മുന്നോട്ട് വരുന്നത്. ഇതിന്റെ മുന്നോടിയായി വിദേശകാര്യ മന്ത്രിമാർ തമ്മിൽ ചർച്ചകൾ നടത്തി. ന്യൂയോർക്കിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ 80ാമത് പൊതുസമ്മേളനത്തിന്റെ ഭാഗമായാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രി സെർജി ലാവ്റോയും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും കൂടിക്കാഴ്ച നടത്തിയത്. ഡിസംബറിൽ നടക്കാനിരിക്കുന്ന ഉച്ചകോടിയുടെ തയ്യാറെടുപ്പുകളായിരുന്നു കൂടിക്കാഴ്ചയിൽ പ്രധാന വിഷയമെങ്കിലും നിലവിലെ അന്താരാഷ്ട്ര സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിനും ഇരു മന്ത്രിമാരും സമയം കണ്ടെത്തിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം എല്ലാ മേഖലകളിലും വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. പ്രതിരോധം, വ്യാപാരം, നിക്ഷേപം, ഊർജം തുടങ്ങിയ പരമ്പരാഗത മേഖലകളിലെ പുരോഗതി ഇരു നേതാക്കളും അവലോകനം ചെയ്തു. ഈ വർഷം അവസാനം നടക്കുന്ന ഉച്ചകോടിക്ക് മുന്നോടിയായി ഉഭയകക്ഷി ബന്ധത്തെ പുതിയ തലത്തിലേക്ക് ഉയർത്തി സഹായിക്കുന്ന പ്രധാന കരാറുകൾ ഇവയ്ക്ക് അന്തിമ രൂപം നൽകാനുള്ള നടപടിക്രമങ്ങളും വേഗത്തിലാക്കാനും യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ഉച്ചകോടിയിൽ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധ്യതയുള്ള പ്രധാന വിഷയങ്ങൾ ഇനി പറയുന്നതാണ്. അതായത് ഉഭയകക്ഷി ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള പ്രധാന കരാറുകളും പദ്ധതികളും അന്തിമമാക്കൽ, നിലവിലുള്ള സൈനിക സാങ്കേതിക സഹകരണ പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുക, പുതിയ പ്രതിരോധ ഇടപാടുകൾക്ക് രൂപം നൽകുക, റഷ്യൻ എണ്ണയുടെ ഇറക്കുമതി, ആണവോർജം, കൽക്കരി, LNG എന്നിവയിലെ സഹകരണം, ഇന്ത്യയിൽ നിന്നുമുള്ള കയറ്റുമതി വർദ്ധിപ്പിക്കാനുള്ള വഴികൾ തേടുക, റുപ്പേ റൂബിൾ പോലുള്ള ദേശീയ കറൻസിയിലുള്ള പേയ്മെന്റുകൾ സുഗമമാക്കുകയും ധനകാര്യ ഇടപാടുകൾ മെച്ചപ്പെടുത്തുകയും ചെയ്യുക, തീരുവ, മറ്റ് തടസ്സങ്ങൾ എന്നിവ ഒഴിവാക്കി വ്യാപാരം സുഗമമാക്കുക, അന്താരാഷ്ട്ര നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ടർ കോറിഡോർ, ചെന്നൈ വ്ളാഡിവോസ്റ്റോക്ക് സമുദ്ര ഇടനാഴി എന്നിവയുടെ സാധ്യതകൾ വർദ്ധിപ്പിക്കുക, ഉക്രൈനുമായി ബന്ധപ്പെട്ട നിലവിലെ സാഹചര്യങ്ങൾ, ഇന്ത്യയുടെ സമാധാനത്തിനായുള്ള സമീപനം, സംഭാഷണത്തിന്റെയും നയതന്ത്രത്തിന്റെയും ആവശ്യകത എന്നിവ ചർച്ച ചെയ്യുക. ആഗോള തലത്തിൽ തങ്ങളുടെ സഹകരണം ശക്തമാക്കാൻ ഇരു രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധരാണെന്നും G20, ബ്രിക്സ്, ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ തുടങ്ങിയ ബഹുമുഖ വേദികളിൽ ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള താല്പര്യം ഇരുപക്ഷവും ആവർത്തിച്ചു. എന്തായാലും ആഗോളതലത്തിലെ പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഈ കൂട്ടായ്മ ഇന്ത്യയും റഷ്യയും വഹിക്കുന്ന പങ്ക് വളരെ വലുതു തന്നെയാണ്. ഇരു രാജ്യങ്ങളും സൗഹൃദത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുവാനും വെല്ലുവിളികൾ നിറഞ്ഞ ലോക സാഹചര്യങ്ങളിൽ പരസ്പര പിന്തുണ നൽകുവാനും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ കൂടിക്കാഴ്ചയും വരാനിരിക്കുന്ന ഉച്ചകോടിയുടെ തയ്യാറെടുപ്പുകളും. ഇന്ത്യ റഷ്യ ബന്ധത്തിലെ ഈ പുതിയ ചുവടുവയ്പ്പുകൾ ലോകരാഷ്ട്രത്തിലെ എന്ത് മാറ്റങ്ങളാണ് കൊണ്ടുവരിക എന്ന് നാം ഇനി കാത്തിരുന്നു തന്നെ കാണണം. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച